സോ ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മളിന്ന് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആട്ടോ എടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആ മൊഡ്യൂള് ഹാർബർ എഞ്ചിനീയറിംഗ് ഗ്രേഡ് 3യുടെ സിലബസും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ പ്രൊജക്ഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. സോ ഇതിനു മുമ്പ് ഇത് പഠിച്ച കുട്ടികളുണ്ടോ ഇതില്? ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ട് മുമ്പ് പഠിച്ചിട്ടുള്ളവരുണ്ടോ? അതോ ആദ്യമായിട്ടാണോ എല്ലാവരും കേൾക്കാനായിട്ട് പോകുന്നത്? ഓക്കെ, ഇങ്ങനെയാലും കുഴപ്പമില്ല, മാക്സിമം റെസ്പോണ്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. സോ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ആദ്യം തന്നെ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്നതിന് മുമ്പേ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു 3D ഒബ്ജക്റ്റിനെ ഒരു 2Dയിലേക്ക് മാറ്റി വരയ്ക്കുന്നതാണ് അല്ലേ ഡ്രോയിങ് എന്ന് പറയുന്നത്. എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണെന്ന് പറയാം ഈ ഡ്രോയിങ്. പഠിക്കുമ്പോൾ ആദ്യം തന്നെ പഠിക്കേണ്ട 2 IS കോഡുകളാണ്. ആദ്യത്തെ സാധാരണ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ പ്രാക്ടീസിന് യൂസ് ചെയ്യുന്ന ഒരു IS കോഡാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. IS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 696/1972. ഇത് കൊല്ലം പഠിക്കാനായിട്ട് നോക്കാട്ടോ. IS 696 വരെയുള്ളൂ. ചിലപ്പോൾ ഇതൊക്കെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. 1972 എന്നുള്ളതൊക്കെ ചിലപ്പോൾ ഇപ്പോൾ 2000 ആൻഡ് സംതിങ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പഠിക്കാം. അതുപോലെ സ്കൂൾസിലും കോളേജസിലും യൂസ് ചെയ്തിരിക്കുന്ന IS കോഡാണ്. അതായത് നമ്മളൊക്കെ കോളേജസിലൊക്കെ വരച്ചിരുന്നത് കുറച്ച് ക്രൈറ്റീരിയകളിലൊക്കെ വെച്ചിട്ടാണ് അല്ലെ. നമ്മൾ ഡ്രോയിങ് ഒക്കെ ടൈറ്റിൽ ബ്ലോക്ക് ആണെങ്കിലും ഓരോ കാര്യങ്ങളും വരച്ചിരുന്നത് ഓരോ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടായിരുന്നു. ആ ഒരു സ്റ്റാൻഡേർഡാണ് SP 46/1988. അപ്പോ ഈ കോഡ്, ഇതിന്റെ അബ്രിവേഷനും നമുക്കറിയണം. SP എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പബ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ഡ്രോയിങ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു 2 IS കോഡുകൾ പഠിച്ചു. IS 696/1972 അതുപോലെ തന്നെ സ്കൂൾസിലും കോളേജസിലും യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ പബ്ലിക്കേഷൻ 46. പിന്നെ നമ്മൾ പറഞ്ഞു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. 3D ഡ്രോയിങ്ങിനെ 2Dയിലേക്ക് വരയ്ക്കുകയാണ് ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമുക്ക് പരിചയമായിട്ടുള്ളത്? 1-2 പറയാൻ പറ്റുമോ? മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ? ഓക്കെ, ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ നമുക്ക് പറയാം. ഡ്രോയിങ് ബോർഡ്, അതുപോലെ തന്നെ പേപ്പർ ഉണ്ട്, പെൻസിൽ ഉണ്ട്. നമ്മളൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി വേറെയും കുറെ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ ഉണ്ട്. T-സ്ക്വയർ എന്നൊക്കെ ചിലപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ ഒരു മിനി ഡ്രാഫ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇത്തിരി കൂടിയ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഡ്രാഫ്റ്റിംഗ് മെഷീൻ, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡ് പഠിക്കുമ്പോൾ അതിന്റെ IS കോഡ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ്, ഒരു ഫാൻസി നമ്പറാണ് 144/1989. ഈ ഒരു IS കോഡിലാണ് ഡ്രോയിങ് ബോർഡിനെ പറ്റിയിട്ടുള്ള സകലമാന കാര്യങ്ങളും പറയുന്നത്. ഇപ്പൊ ഡ്രോയിങ് ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, എന്തായാലും റെക്ടാങ്കുലർ ഷേപ്പ് ആണല്ലേ നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഡ്രോയിങ് ബോർഡ്. ഇതിന്റെ മീതെയാണ് ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് വരയ്ക്കാറുള്ളത്. അപ്പോ ഈ ഡ്രോയിങ് ബോർഡ് നോക്കിക്കഴിഞ്ഞാല് ഇതില് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പേഴ്സിനെ കാണാം. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ ഒരു 4 മെമ്പേഴ്സിനെ കാണാം അല്ലെ. ഇതാണ് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ മെമ്പേഴ്സും വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോ 2 ഉള്ളൂ കേട്ടോ. അപ്പോ ഈ ഹൊറിസോണ്ടൽ മെമ്പറുകളെ വിളിച്ച പേരാണ് സ്ട്രിപ്പുകൾ. അപ്പൊ ജനറലി ഒരു ഡ്രോയിങ് ബോർഡിൽ സാധാരണയായിട്ട് 4 തൊട്ട് 6 സ്ട്രിപ്പുകൾ ഉണ്ടായിരിക്കും. ഇതിലിപ്പോ 4 ഉള്ളൂ, 4 തൊട്ട് 6 വരെ ആവാം. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള മെമ്പേഴ്സിനെ വിളിച്ച പേരാണ് ബാറ്റൺസ്. അപ്പോ എത്ര ബാറ്റൺസ് മിനിമം ഒരു ഡ്രോയിങ് ബോർഡിൽ ഉണ്ടായിരിക്കും? ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ 2 ബാറ്റൺസ് ഉണ്ടാവുള്ളൂ. എന്തിനാണെന്നറിയോ? കുറെ നാൾ കഴിയുമ്പോൾ ഈ ഡ്രോയിങ് ബോർഡ് ഒന്ന് ചുരുങ്ങും, ഷ്രിങ്കേജ് സംഭവിക്കും. അതുപോലെ തന്നെ ഒന്ന് വളയും. മരല്ലേ, കുറെ നാൾ കഴിയുമ്പോൾ ഒന്ന് വളയും. അതിനെ വാർപ്പിംഗ് ചെയ്യാന്നാണ് പറയാ. അപ്പോ അതൊക്കെ സംഭവിക്കാതിരിക്കാനായിട്ട് 2 ബാറ്റൺസ് വെച്ചിട്ടുണ്ട്. ഇനി ഏത് മരമായിരിക്കും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഒന്ന് ആലോചിക്കുക. നമ്മളെപ്പോഴും ഡ്രോയിങ് ബോർഡിൽ പേപ്പറിനെ ചിലപ്പോ സെല്ലോ ടൈപ്പ് കൊണ്ട് ഒട്ടിച്ചു വെക്കാറുണ്ട്, ചിലപ്പോ പിന്നുപയോഗിച്ചിട്ട് കുത്തി വെക്കാറുണ്ട്.
അല്ലെ, അല്ലെങ്കിൽ ക്ലിപ്പ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണയായിട്ട് സെല്ലോ ടൈപ്പ് ഒക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുക. എന്നിരുന്നാലും പിന്നാണ് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നൊക്കെ ഈ മരത്തിലേക്ക് കയറണമെങ്കിൽ ഇത് എന്ത് ടൈപ്പ് മരമായിരിക്കണം? സോഫ്റ്റ് വുഡ് ആയിരിക്കണോ, ഹാർഡ് വുഡ് ആയിരിക്കണോ? സോഫ്റ്റ് ആയിരിക്കണം. സോഫ്റ്റ് ആയിരിക്കണം. അപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നത് വെൽ സീസൺഡ് ആയിട്ടുള്ള സോഫ്റ്റ് വുഡാ. വെൽ സീസൺഡ് എന്ന് പറഞ്ഞാല്, സീസണിങ് എന്ന് പറഞ്ഞാൽ ഈ ഈർപ്പത്തിനൊക്കെ ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സാണ് സീസണിങ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല വെൽ സീസൺഡ് ആയിട്ടുള്ള സോഫ്റ്റ് വുഡ് കൊണ്ടാണ് ഡ്രോയിങ് ബോർഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. സോഫ്റ്റ് വുഡ് കൊണ്ടാണ്. 4 തൊട്ട് 6 വരെ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ഉണ്ട്, അവരെ സ്ട്രിപ്പ് എന്ന് വിളിച്ചു. 2 വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ട്, അവരെ ബാറ്റൻസ് എന്ന് വിളിച്ചു. മിനിമം എത്ര ബാറ്റൻസ് വേണം ചോദിച്ചാൽ 2 ബാറ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ അവരെ പറ്റി പറയുന്ന ഒരു IS കോഡ് 1444 1989. ഇയർ ബഡ്സിലേലും കുഴപ്പമില്ല, 1444 ഡ്രോയിങ് ബോർഡിനെ പറ്റിയുള്ള സകലമായ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതാ ഒരു ഡ്രാഫ്റ്റ്മാനെ സംബന്ധിച്ച് ഒരു മെയിൻ എക്യുപ്മെന്റ് ആണല്ലേ വരയ്ക്കാനായിട്ട്. നമുക്കൊരു ഇത് വേണ്ടേ, വരയ്ക്കാനായിട്ട് ബോർഡ് വേണം. ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ടിങ് ദ ഡ്രോയിങ് പേപ്പർ. ഇതൊക്കെ നമുക്ക് അറിയാലേ, ഡ്രോയിങ് പേപ്പറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഡ്രോയിങ് ബോർഡ് ഉള്ളത്. ഇവിടം തൊട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് വെൽ സീസൺഡ് സോഫ്റ്റ് വുഡ് ആണ്. സീസണിങ് കഴിഞ്ഞിട്ടുള്ള സോഫ്റ്റ് വുഡാ. അതിന്റെ തിക്നെസ്സും പഠിക്കണം. 25 mm ആണ് ഓരോ സ്ട്രിപ്പുകളുടെയും തിക്നെസ് പറയുന്നത്. ഇനി സാധാരണ ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം സോഫ്റ്റ് വുഡ് ആണ്. അത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പൈൻ ആണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രോയിങ് ബോർഡ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ പൈൻ വുഡ് എന്ന് തന്നെ പറയണം. വേറെ മരങ്ങളുണ്ട് കേട്ടോ, സോഫ്റ്റ് വുഡ് ആയിട്ടുള്ള വേറെ മരങ്ങളുണ്ട്, ഫിർ, ഓക്ക്, ലിനോലിയം. അപ്പൊ ഇത് പഠിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയാണ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു കോഡ് ആലോചിച്ചാൽ മതി. FLOP, ഫ്ലോപ്പ്. F എന്ന് പറഞ്ഞാൽ ഫിർ, L എന്ന് പറഞ്ഞാൽ ലിനോലിയം, O എന്ന് പറഞ്ഞാൽ ഓക്ക്, P എന്ന് പറഞ്ഞാൽ പൈൻ. അപ്പോ ഇതൊക്കെയാണ് മരങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ശ്രദ്ധിക്കുക, ട്രഡീഷണൽ ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് മരം കൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പൈൻ വുഡ് എന്ന് തന്നെ പറയണം. ഇത്രയും മരങ്ങളുണ്ട് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞില്ലേ 2 വെർട്ടിക്കൽ വുഡൻ മെമ്പേഴ്സ് ഉണ്ട്, അതിനെ ബാറ്റൻസ് എന്ന് വിളിച്ചു. എന്തിനു വേണ്ടിയിട്ടാ ബാറ്റൻസ് പ്രൊവൈഡ് ചെയ്യണേ? ഷ്രിങ്കേജും വാർപ്പിംഗും ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട്. എത്ര എണ്ണം വേണം? 2 ബാറ്റൻസ് വേണം. ഇനി നമുക്ക് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരിക്കും, ഒരു ഡ്രോയിങ് ബോർഡിന്, നമ്മൾ ഡ്രോയിങ് ബോർഡൊക്കെ വയ്ക്കുമ്പോൾ ചെരിവുണ്ടല്ലേ, ഡ്രോയിങ് ബോർഡിന് സ്ലോപ്പ് ഉണ്ട്, അത് 1:8 ആ. ഇനി ഒരു ഡ്രോയിങ് ബോർഡ് എടുത്തു കഴിഞ്ഞാലേ നമ്മൾ ഇതുവരെ കാണാൻ, ഹലോ, പറഞ്ഞു, പഴയ സ്ലൈഡിലോട്ട് ഒന്ന് പോകും. പഴയ സ്ലൈഡ് പോവാം. നമ്മള് കാണാത്തൊരു കാര്യമാണ് ഇപ്പൊ ഡ്രോയിങ് ബോർഡിന്റെ. നിങ്ങൾ T-സ്ക്വയർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും T-സ്ക്വയർ കോളേജിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ ആയിരിക്കും കാണാനായിട്ട്. ഫിഗർ കാണിക്കാട്ടോ, ഇതുപോലത്തെ ഒരു ഫിഗറാ. കണ്ടിട്ടുണ്ടോ T-സ്ക്വയർ? എനിക്ക് തോന്നുന്നു ITIകളിലൊക്കെ ചിലപ്പോ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. എന്നാ ഈ T-സ്ക്വയർ ഒക്കെ ശരിക്കും ഈ ഒരു ഭാഗത്താ വെക്കുക. ഈ ഒരു എഡ്ജിനെ, ഡ്രോയിങ് ബോർഡിന്റെ ഈ ലെഫ്റ്റ് എഡ്ജിനെ നമ്മൾ വർക്കിംഗ് എഡ്ജ് എന്നായിരിക്കും വിളിക്കുക കേട്ടോ. വർക്കിംഗ് എഡ്ജ് അല്ലെങ്കിൽ എബണി എഡ്ജ്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. T-സ്ക്വയർ ഒക്കെ വെക്കുന്ന ഈ ഒരു എഡ്ജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എബണി എഡ്ജ് അല്ലെങ്കിൽ വർക്കിംഗ് എഡ്ജ് എന്ന് വിളിക്കാം. ഡ്രോയിങ് ബോർഡിന്റെ വർക്കിംഗ് എഡ്ജിനെ വിളിക്കുന്ന പേരാണ് എബണി എഡ്ജ്. ശരിക്കും പറഞ്ഞാൽ മിനി ഡ്രാഫ്റ്റ്, നമ്മളൊക്കെ മിനി ഡ്രാഫ്റ്റർ എവിടെയോ വെച്ചിരുന്നതെന്ന് അറിയോ? എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവിടെ ആയിരിക്കും വെച്ചിട്ടായിരിക്കും. ഞാനും ഇവിടെ തന്നെ ആയിരിക്കും വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യും, എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു മിനി ഡ്രാഫ്റ്റർ വെച്ച് വരച്ചിട്ടുണ്ടായിരിക്കും. ശരിക്കും എവിടെയായിരുന്നു അറിയോ? ഈ ഒരു എഡ്ജിൽ വേണം വെക്കാനായിട്ട്. കാരണം അതാണ് നമ്മുടെ വർക്കിംഗ് എഡ്ജ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡ്രോയിങ് ബോർഡിൽ തന്നെ കുറെ പോയിന്റ് ഉണ്ട്, പക്ഷെ ഓരോ പോയിന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആകും. കാരണം ഈ ഒരു എക്സാമിന് അത്യാവശ്യം നല്ല എളുപ്പമുള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നന്നായിട്ട് കയറും. അപ്പൊ ഒരു പോയിന്റ് പോലും നമുക്ക് മിസ് ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഡ്രോയിങ്. അപ്പോ ഓരോന്ന് എഴുതുന്നതും ഓരോ PYQ ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമുക്ക് അതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇത്തിരി കൂടി മനസ്സിലാവും. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ എല്ലാവർക്കും? സെറ്റ് അല്ലേ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ എഡ്ജ് ഓഫ് ദി ഡ്രോയിങ് ബോർഡ് ഓൺ വിച്ച് T-സ്ക്വയർ ഇസ് മെയ്ഡ് ടു സ്ലൈഡ് എന്ന് ചോദിച്ചിരിക്കുന്നത് വർക്കിംഗ് എഡ്ജ് എന്ന് പറയുന്നതാണോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചത്? ഈ വർക്കിംഗ് എഡ്ജ് തന്നെയാണ് ഈ എബണി എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളവിടെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോ നമുക്ക് ശരിക്കും അവിടെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ സെന്റൻസിൽ പറയുന്നത് T-സ്ക്വയർ എന്ന് പറയുന്നത് അത് ഫിക്സ് ചെയ്യാനൊന്നും പറ്റില്ല, അത് ഇങ്ങനെ വെറുതെ വെക്കാനേ പറ്റുള്ളൂ സൈഡിൽ. ഞാൻ അതിന്റെ ഫിഗർ ഒന്ന് പെട്ടെന്ന് കാണിക്കാം. എവിടെയാണ് T-സ്ക്വയർ? ഇതാണോ? ഇതാണ് T-സ്ക്വയർ. ഈ T-സ്ക്വയറുടെ ഫിക്സ് അല്ല, ഇതിനെ നമുക്ക് മുകളിലേക്കും താഴത്തേക്കും നീക്കാനായിട്ട് പറ്റും.
ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പൊ അത് സ്ലൈഡ് ചെയ്യുന്ന ആക്സിസ് ആണ് ചോദിച്ചതല്ലേ? അത് തന്നെ അതാണ് എബണി എഡ്ജ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ വർക്കിംഗ് എഡ്ജ് എന്ന് വിളിക്കുന്നത്. കാരണം നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെക്കുന്ന എഡ്ജ് അതാണ് ഈ എബണി എഡ്ജ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ആണ്, സെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡ്രോയിങ് ബോർഡിന്റെ ഒരുവിധം കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഡ്രോയിങ് ബോർഡൊക്കെ മേടിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു 4 തൊട്ട് 6 വരെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പുകൾ ഉണ്ട്. ഈ സ്ട്രിപ്പുകളെ കണക്ട് ചെയ്തിരിക്കുന്ന ജോയിന്റിന്റെ പേരാണ് ടങ് ആൻഡ് ഗ്രൂവ് ജോയിന്റ്. ഇത് ശരിക്കും സിവിൽ എഞ്ചിനീയറിംഗിലെ ഒരു കാര്യമാണ്. എന്നിരുന്നാലും നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുണ്ട്. ഇതിനെ ഇതാണ്ടോ, ഈ ഒരു ഭാഗത്തിനെയാണ് ടങ് എന്ന് പറയുന്നത്. ഈ ഒരു കുഴീനെയാണ് ഗ്രൂവ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇതിനെ രണ്ടിനെയും ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 തൊട്ട് 6 സ്ട്രിപ്പുകൾ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഈ ടങ് ആൻഡ് ഗ്രൂവ് ജോയിന്റ് ഉപയോഗിച്ചിട്ടാണ് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകൾ നമുക്ക് ഇതിൽ പഠിക്കണം. തീർന്നിട്ടില്ല. ഇനിയും നമുക്ക് ഡ്രോയിങ് ബോർഡിനെ ഒരു കടയിൽ പോയിട്ട് എനിക്കൊരു ഡ്രോയിങ് ബോർഡ് മേടിക്കണം. പല സൈസിലുള്ള ഡ്രോയിങ് ബോർഡ് ഉണ്ട്. നമ്മുടെ കോളേജസിലൊക്കെ ഒരു ഡ്രോയിങ് ബോർഡിന്റെ സൈസ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടിയിരിക്കുക. ശരിക്കും 4 സൈസിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഡ്രോയിങ് ബോർഡിനെ നമുക്ക് കടയിൽ പോയി മേടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത്തും വിട്ടും തിക്നെസ്സും പറഞ്ഞിട്ടാണ് നമ്മൾ മേടിക്കുക. അതിനെയാണ് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് പ്രകാരവും ബ്യൂറോ ഓഫ് ഇന്ത്യ, BIS പറഞ്ഞ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അതിന്റെ ഉള്ളിലത്തെ കോഡാട്ടോ IIS എന്നൊക്കെ പറയുന്നത്. B0 എന്നോ D0 എന്നോ ഡെസിഗ്നേറ്റ് ചെയ്യാം. ആദ്യത്തെ ആളുടെ പേരാണ് B0 എന്നും പറയാം, D0 എന്നും പറയാം. അത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ B, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ D0. രണ്ടും BIS-ലെ ഒരു കോഡ് തന്നെയാണ് കേട്ടോ IS എന്ന് പറയുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിന്റെ സൈസ് പഠിക്കുക. സൈസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൈസ് അത് വലിയ സൈസാ, 1500. എല്ലാം mm-ലാണ് പറയുന്നത്. 1500 × 1000. തിക്നെസ് ഉണ്ട്. തിക്നെസ് നമുക്ക് ലാസ്റ്റ് എഴുതാം. ഇനി D1 അല്ലെങ്കിൽ B1. D1 അല്ലെങ്കിൽ B1 എന്ന് പറഞ്ഞാൽ ഈ 1000 ഉണ്ടല്ലോ, രണ്ടാമത് എഴുതിയ 1000-നെ ആദ്യം എഴുതാം. 1500-ന്റെ പകുതി 750 ആണ്. പക്ഷെ ഞാനത് 700 എന്ന് എഴുതുക. അത് മാത്രം ഒരു വ്യത്യാസത്തിൽ എഴുതുന്നുള്ളൂ. അടുത്തത് D2 അല്ലെങ്കിൽ B2 എന്ന് പറയുന്ന ഡ്രോയിങ് ബോർഡ് ആണെങ്കിൽ രണ്ടാമത് എഴുതിയിട്ടുള്ള 700-നെ ആദ്യം എഴുതുക. 1000-ന്റെ പകുതി വേണം ഇനി ഇവിടെ എഴുതാനായിട്ട്, 500. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? സൈസ് ഒന്ന് പറയാൻ പറ്റുമോ? എത്ര ആയിരിക്കും വരിക? 500/350. അത് തന്നെ, 500/350. ഇതൊക്കെ MM-ലാട്ടോ. തീർന്നില്ല. വിത്ത് തിക്നെസ് അടക്കം പഠിക്കണം. ആദ്യത്തെ രണ്ടെണ്ണത്തിൽ എന്തായാലും നീളം കൂടുതലല്ല, അതുകൊണ്ട് തിക്നെസ്സും കൂടുതലാണ്. 25 mm ആണ് ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ തിക്നെസ്. പിന്നത്തെ രണ്ടെണ്ണത്തിന് തിക്നെസ് കുറവാട്ടോ, 15 mm ഉള്ളൂ. അതുപോലെ തന്നെ പേരും പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൽഫബറ്റിക് ഓർഡറിൽ പറയുകയാണെങ്കിൽ A വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ആന്റി കൊറിയൻ. ആദ്യത്തെ ഡ്രോയിങ് ബോർഡിന്റെ പേരാണ് ആന്റി കൊറിയൻ. രണ്ടാമത്തെ ഡ്രോയിങ് ബോർഡ്, രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ 2-ലേക്ക് പോരുത്, D1 B1. കാരണം B0 D0 എന്നാണ് തുടങ്ങിയേക്കുന്നത്. അപ്പൊ D1 B1-ന്റെ പേരാണ് ഡബിൾ എലിഫന്റ്. പിന്നത്തെ പേര് ഇമ്പീരിയൽ. അതിന്റെ പകുതിയാണല്ലോ അടുത്ത ഡ്രോയിങ് ഷീറ്റ്. സോ ഹാഫ് ഇമ്പീരിയൽ. ഇങ്ങനെയാണ് പേരുകൾ വരുന്നത്. സോ ഇതൊക്കെ പറയുന്നത് എന്താ? 144 1989 എന്ന് പറയുന്ന കോഡിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി അടുത്തത് നമ്മൾ ഡ്രോയിങ് ഷീറ്റ് ആണ് പഠിക്കുക. അപ്പൊ ഇപ്പോഴേ പറയാം, ഡ്രോയിങ് ഷീറ്റുകളൊക്കെ നമ്മൾ A സീരീസിലാട്ടോ പറയാം. A1 A2 A3. അപ്പോൾ ആദ്യത്തെ ഡ്രോയിങ് ബോർഡിന്റെ ഒപ്പം സാധാരണ യൂസ് ചെയ്യുക A0 ഷീറ്റുകളായിരിക്കും. D1 B1 ആണെങ്കിൽ A1, D2 A2 ആണെങ്കിൽ A2, D3 A3 ആണെങ്കിൽ A3 ഷീറ്റുകളായിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ ഷീറ്റ് പഠിച്ചിട്ടില്ല, എന്നിരുന്നാലും ഇതിന്റെ ഒപ്പം തന്നെ പറഞ്ഞു എന്നുള്ളൂ. ഓരോ ഡ്രോയിങ് ഷീറ്റിന്റെ ഒപ്പം യൂസ് ചെയ്യേണ്ട ഷീറ്റുകൾക്കും വ്യത്യാസമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ആദ്യത്തെ ഷീറ്റ് ഭയങ്കര വലുതാണ്. അപ്പൊ അത്രയും വലിപ്പമുള്ള ഷീറ്റ് വേണം വെക്കാനായിട്ട്. പിന്നത്തെ അതിനേക്കാൾ ഒരു തരി ചെറുതാണ്. അപ്പൊ അതിനേക്കാൾ ചെറിയ ഷീറ്റ് വേണം വെക്കാനായിട്ട്. ഈ ഒരു ഓർഡറിലായിരിക്കും പോവുക. ഓക്കെ, അപ്പോ ആന്റി കൊറിയൻ, ഡബിൾ എലിഫന്റ്, ഇമ്പീരിയൽ, ഹാഫ് ഇമ്പീരിയൽ. ആദ്യത്തെ സൈസ് പഠിച്ചാൽ മതി. പിന്നത്തെ ഈ 1000-നെ രണ്ടാമത് എഴുതിയ 1000-നെ ആദ്യം എഴുതി, പിന്നെ രണ്ടാമത് എഴുതിയ 700-നെ ആദ്യം എഴുതി, പിന്നെ പകുതിയായിട്ട് പോവുക. ആദ്യത്തെ മാത്രമല്ല നമ്മൾ പകുതി ശരിക്കും എടുക്കാത്തുള്ളൂ. 750-ന് പകരം 700 എടുക്കുന്നു. ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ തിക്നെസ് കൂടുതൽ, പിന്നത്തെ രണ്ടെണ്ണത്തിന്റെ 15 ഉള്ളൂ. ഓക്കെ, ഇതാണ് ഓർഡർ കേട്ടോ. ഓക്കെ, നമ്മൾ ഈ 25-ലും 15-ലും സ്റ്റാൻഡേർഡ് ആയിട്ട് എത്തിയല്ലേ 25 എന്ന് പറഞ്ഞത്? കാരണം കുറച്ച് മുന്നേ സ്റ്റെപ്പിന്റെ വിട്ട് എത്രയാന്ന് വെച്ചപ്പോ തിക്നെസ് എന്ന് പറഞ്ഞാൽ 25 mm എന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡ് അല്ല കേട്ടോ. കാരണം ഇപ്പോ മരത്തിന്റെ തടികളൊക്കെ പല സൈസിലും ഉണ്ട്. 25 mm ഉള്ളതിനെ സാധാരണ ബാറ്റൻസ് ആണ് പറയുന്നത്. നമ്മുടെ
വീടിന്റെ മേൽക്കൂരയിലൊക്കെ പർലിനും ബാറ്റൻസും ഒക്കെ വെക്കും. അതൊക്കെ സാധാരണ 25 mm, 10 mm ഉണ്ട്, 30 mm ഉണ്ട്. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അപ്പൊ സ്ട്രിപ്പിന്റെ സൈസ് എത്രയാണ് ഒരു തിക്നെസ് ചോദിച്ചാൽ നമ്മള് 25 ആണോ പറയാ, അതോ 15 ആണോ പറയാ? സാധാരണ കൊടുക്കേണ്ട സ്ട്രിപ്പിന്റെ തിക്നെസ് അല്ലേ? സ്ട്രിപ്പിന്റെ തിക്നെസ് വേരി ചെയ്യാം. 25 എവിടെയും പറഞ്ഞിട്ടില്ല. ബാറ്റൻസ് ആണ് സാധാരണ 25 ആയിട്ട് കൊടുക്കുന്നത്. സ്ട്രിപ്പിന്റെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രിപ്പിന്റെ തിക്നെസ് 25 mm എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ബോർഡിന്റെ സൈസ് എടുക്കുമ്പോഴും ഇവിടെ ലെങ്ത് വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് എടുക്കുമ്പോൾ സെയിം സ്ട്രിപ്പിന്റെ തിക്നെസ് അല്ലേ ബോർഡിന് വരണ്ടേ? അപ്പം അതുകൊണ്ട് ചോദിച്ചത്. ഓക്കെ. തിക്നെസ് അത് തന്നെയാണ് കൊടുക്കുന്നത്. വേരി ചെയ്യാം. ഇതിപ്പോ ചിലപ്പോ 25 ആയിരിക്കാം, ചിലപ്പോ സ്ട്രിപ്പിന്റെ തിക്നെസ് 15 ആയിരിക്കാം. അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ പറയുന്നില്ല. അല്ല, കുറച്ചു മുമ്പത്തെ സ്ലൈഡിലെ സ്ട്രിപ്പിന്റെ തിക്നെസ് 25 mm എന്ന് പറഞ്ഞായിരുന്നു. അത് വെറുതെ നമ്മൾ ചോദിക്കില്ലേ, സാധാരണ എടുക്കുന്ന സ്ട്രിപ്പുകൾ എത്രയാന്ന് ചോദിക്കില്ലേ, അപ്പൊ പറയണതാണ് 25 mm. അങ്ങനെ അത് തന്നെയാവണമെന്നില്ല. പക്ഷെ അത് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ, ഒറ്റ വാല്യൂ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 25 പറയാം. അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടാണെന്ന് ചോദിച്ചതുള്ളതാ അല്ലേ? അതാ ചോദിച്ചത്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരി അത് തന്നെയാണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 25 mm. ഓക്കെയാണ്. ഇനി അടുത്ത സീരീസ് നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാലേ ഡ്രോയിങ് ഷീറ്റിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനല്ലേ, പേപ്പറാണ്. പേപ്പറിൽ ഏറ്റവും ആദ്യത്തെ സൈസ്, ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത് A0 ആണ്. A0 അതില് ട്രിമ്മഡ് സൈസും ഉണ്ട്, അൺട്രിമ്മഡ് സൈസും ഉണ്ട്. ട്രിമ്മഡ് എന്ന് പറഞ്ഞാല് മെഷീൻ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ഷീറ്റുകളാണ്. അപ്പൊ ഏകദേശം കറക്റ്റ് സൈസ് ആയിരിക്കും. അൺട്രിമ്മഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് കട്ട് ചെയ്യുന്ന സൈസുകളാണ് ഈ അൺട്രിമ്മഡ് സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കൂടി വലിപ്പം കൂടുതലായിരിക്കും മനസ്സിലുണ്ടായാൽ മതി. A0യുടെ ആദ്യത്തെ സൈസ് കാണാതെ പഠിക്കുക. സൈസ് എന്ന് പറഞ്ഞാൽ 841 × 1189. ഒരു പേപ്പറിന്റെ നീളവും വീതിയാണ് കൊടുത്തുള്ളത്. കൂടുതലുള്ളതായിരിക്കും ഇപ്പോഴും നീളം. ഇപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് ബ്രെഡ്ത്ത് ടു ലെങ്ത് റേഷ്യോയിലാണ് എഴുതിയിരിക്കുന്നത്, ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത്. ഓക്കെ, അപ്പൊ അടുത്ത സൈസ് ഒന്ന് എഴുതി നോക്കാം. A0 ഡ്രോയിങ് ഷീറ്റിനേക്കാൾ ചെറുതായിരിക്കും അടുത്തത് ഏതാ? A1 അല്ലെ? A0 കഴിഞ്ഞാൽ A1 നോക്കിക്കോട്ടെ എങ്ങനെ എഴുതുന്നതെന്ന്. ഈ ആദ്യം എഴുതിയിട്ടുള്ള 841 ഉണ്ടല്ലോ, രണ്ടാമത് എടുത്ത് എഴുതുക. ഈ 1189ന്റെ പകുതി എന്ന് പറയുമ്പോൾ 594.5 വരിക. പോയിന്റ് ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 594 എഴുതാം. ഇതാണ് A1 ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ്. അപ്പൊ പരിപാടി മനസ്സിലായല്ലോ. ആദ്യത്തേനെ രണ്ടാമതായിട്ട് എഴുതുക, രണ്ടാമത്തേന്റെ പകുതി എടുത്ത് ആദ്യത്തേക്ക് എഴുതുക. അപ്പോ A2ന്റെ സൈസ് എങ്ങനെ പറയാം? A2 594 എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? രണ്ടാമത് എഴുതല്ലേ ചെയ്യണ്ടേ? രണ്ടാമത് എഴുതി. ഇനി 841ന്റെ പകുതി 420. 420.5 ആണ്. നമുക്ക് പോയിന്റ് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 420. ഈ സൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, ഇത് നമുക്ക് ആവശ്യമുണ്ടേ. A2. അടുത്തത് A3. A5 വരെയാണുള്ള. A3യും അതുപോലെ എഴുതുകയാണെങ്കിൽ 420നെ രണ്ടാമത് എഴുതി. 594ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 297. ഇത് 2 തവണ എഴുതി കഴിഞ്ഞാൽ പ്രാക്ടീസ് ആവും കേട്ടോ. ആദ്യത്തെ സൈസ് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്തത് A4 കിട്ടാനായിട്ട് ഇപ്പൊ നിങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിന്റെ വലിയ ബുക്കാണെങ്കിൽ A4 സൈസ് ആണ് എന്നുണ്ടെങ്കിൽ നേരെ പിന്നിലേക്ക് നോക്കിയാൽ സെന്റിമീറ്ററിൽ കാണാം 21 × 29.7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട്. അത് തന്നെയാണ് നമ്മൾ എഴുതാനും പോകുന്നത്. ഈ 297നെ രണ്ടാമത് എഴുതുക. 420ന്റെ പകുതി 210. A4 ഇതും നമുക്ക് ആവശ്യമുണ്ടേ. അടുത്തത് A5. ഫൈനലി A5ലേക്ക് വന്ന 210നെ രണ്ടാമത് എഴുതി. 297ന്റെ പകുതി 148.5 ആണ് വരുന്നത്. 148. ഇത്രയും സൈസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതില് A2ഉം A4നും എന്താ ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാല്, നമ്മൾ ക്ലാസ് റൂമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സൈസാണ് A2. ക്ലാസ് റൂമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സൈസാണ് A2. റഫ് വർക്കിന് യൂസ് ചെയ്യുന്ന ഷീറ്റ് ഏതാന്ന് ചോദിച്ചാൽ അതാണ് A4. അതായത് നമുക്കൊക്കെ പെട്ടെന്ന് ഒരു കീ പ്ലാൻ ഒക്കെ വരയ്ക്കണം, പെട്ടെന്ന് എന്തെങ്കിലും വരയ്ക്കണം, അപ്പോഴൊക്കെയാണ് A4 ഷീറ്റ് യൂസ് ചെയ്യുക. ക്ലാസ് റൂമിലൊക്കെ ശരിക്കും വരയ്ക്കാനായിട്ട് A2 ഡ്രോയിങ് ഷീറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ആദ്യത്തെ മറക്കരുത് കേട്ടോ, 841 ഇൻറ്റു 1189. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മളെല്ലാം എഴുതുന്നത്. ഇനി ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ, ഈ 841 ഇൻറ്റു √2 ചെയ്യുമ്പോഴാണ് ഈ 1189 കിട്ടുന്നത്. 594 ഇൻറ്റു √2 ചെയ്താൽ ഈ വാല്യൂ കിട്ടും. അപ്പൊ ചെറുതിനെ ഇൻറ്റു √2 ചെയ്താലാണ് വലിയ വാല്യൂ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞൂടെ, ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിപ്പോ നോക്കിയേ, പറഞ്ഞോ. √2:1. വെരി ഗുഡ്. √2:1. നേരെ തിരിച്ചും ചോദിക്കാണ്ടോ, ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത് എന്ന് പറയുകയാണെങ്കിൽ 1:√2. ഓക്കെ, 1:√2 അല്ലെങ്കിൽ √2:1. ലെങ്ത് ആണ് എപ്പോഴും വലുത് എന്നുള്ളത് ആലോചിക്കുക. ഇപ്പൊ ഞാൻ എഴുതിയിട്ടുള്ളതൊക്കെ ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത്തിന്റെ റേഷ്യോല. സോ 1:√2 എന്ന് പറയേണ്ടി വരും. ഇതാണ് ട്രിമ്മഡ് സൈസ്. സാധാരണ എക്സാമിനൊക്കെ ട്രിമ്മഡ് സൈസ് ആയിരുന്നു കുറെ നാളുകളൊക്കെ ആയിട്ട് ചോദിച്ചിരുന്നേ. പക്ഷെ ഇപ്പോഴൊക്കെ അൺട്രിമ്മഡ് ഷീറ്റും ചോദിക്കുന്നുണ്ട്. കാരണം ട്രിമ്മഡ് ഇത്തിരി എളുപ്പമാണ്. അൺട്രിമ്മഡ് എളുപ്പം തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിരുന്നാലും ചെറിയൊരു ടിസ്റ്റുകൾ അതിലുണ്ട്. ട്രിമ്മഡ് ഓക്കെ ആണോ? അൺട്രിമ്മഡിലേക്ക് നോക്കാം. അപ്പോ ആദ്യത്തെ സൈസ്, ഇതും ആദ്യത്തെ സൈസ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ അത് പഠിക്കാനായിട്ട് എളുപ്പ വഴി, നേരത്തെ 840 ആയിരുന്നു. എന്തായാലും അതിനേക്കാൾ വലിയ സൈസ് ആയിരിക്കും. 840 വലുത് 880 ഇവിടെ തുടങ്ങുന്നത്. 1189 പകരം 1230. ഇത് വേറെ വഴിയില്ല കേട്ടോ, ഇത് ഇങ്ങനെ പഠിച്ചു വെക്കേണ്ടി വരും. ബാക്കി നമുക്ക് ഒപ്പിക്കാം. അപ്പൊ A0ന്റെ സൈസ് നമ്മൾ എഴുതി 880 ഇൻറ്റു 1230. ഇനി ഇതേ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ? 880 രണ്ടാമത് എഴുതുക, 1230ന്റെ പകുതി. ഇവിടെയാണ് ഇനി കളികൾ വരുന്നത്. 1230ന്റെ പകുതി എത്രയാ? 12ന്റെ പകുതി 6 അല്ലെ? 30, 15, 615 അല്ലേ വരുന്നേ? അല്ലേ? അതെ. അതിന്റെ കൂടെ A1 ആയിക്കോട്ടെ A2 ആയിക്കോട്ടെ ഒരു 10 കൂടി ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എത്രയാ? 615. ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 615 ആണ്. അതിന്റെ കൂടെ 10 കൂടി ആഡ് ചെയ്ത് എത്ര വരും? 625. ഇതാണ് ഇവിടുത്തെ ഒരു ടിസ്റ്റ്. ഇങ്ങനെ ഒരു അഡീഷനും കൂടി എവിടെ ആഡ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ രണ്ടെണ്ണത്തിലും പിന്നത്തേനും ആഡ് ചെയ്യണം. പക്ഷെ അത് 15. ക്ലിയർ ആണോ? നോക്കി, 880 രണ്ടാമത് എഴുതി, ആദ്യത്തെ പകുതി എഴുതിയിട്ട് എന്ത് ചെയ്തു? അതിന്റെ കൂടെ 10 കൂടി ആഡ് ചെയ്തു. ബ്രെഡ്ത്തിനകത്ത് മാത്രം ആഡ് ചെയ്താൽ ഏതാ? ഫസ്റ്റത്തേന് മാത്രം ആഡ് ചെയ്യണ്ടോ? ബ്രെഡ്ത്തിന് മാത്രം ആഡ് ചെയ്താൽ മതി. അടുത്ത ഒന്ന് പറയാൻ പറ്റുമോ നോക്കി നോക്കിയേ. എങ്ങനെ എഴുതണ്ടേ? 625 എന്ത് ചെയ്യണം? പറഞ്ഞോ, തെറ്റിയ രണ്ടാമത് എഴുതണം. രണ്ടാമത് എഴുതി. A2 സൈസ് ആട്ടോ എഴുതുന്നത്, രണ്ടാമത് എഴുതി. ഇനി 880ന്റെ പകുതി വേണ്ട ഇവിടെ എഴുതാനായിട്ട്. പകുതിയല്ല, അതിന്റെ കൂടെ 10 കൂടി ആഡ് ചെയ്യണം. പകുതി എത്രയാ? 440. 440 പ്ലസ് 10 കൂടി വരുമ്പോ എത്രയായി? 450. ഓക്കെ, അടുത്തത് ഇതേ പരിപാടി. പക്ഷെ ആഡ് ചെയ്യേണ്ടത് അടുത്ത രണ്ടെണ്ണത്തില് 15 ആഡ് ചെയ്യണം. പക്ഷെ ഇവിടെ അതിലും വലിയൊരു ടിസ്റ്റ് വരാൻ പോകുന്നുണ്ട്. നോക്കിക്കോട്ടോ. ഈ അടുത്തത് A3 ആണ് എഴുതാൻ പോകുന്നത്. A3 എഴുതുമ്പോ എത്രയാ? 450 രണ്ടാമത് എഴുതി. 625ന്റെ പകുതി എന്ന് പറഞ്ഞാലേ 312.5. ഒരു സുഖമില്ലാത്തൊരു വാല്യൂ ആയതുകൊണ്ട് റൗണ്ട് ചെയ്യുക, 315 ആക്കി. എന്നിട്ട് വേണം 15 ആഡ് ചെയ്യാൻ. അപ്പൊ എത്ര കിട്ടും? 330. ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. സോ ഇതൊന്ന് ശ്രദ്ധിക്കണം. അടുത്തത് ഇതേപോലെ തന്നെ. ഇതിൽ ഇനിയുള്ള ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. 330ന്റെ രണ്ടാമത് എഴുതി. 450ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 225. 225ഉം 15ഉം 240. അടുത്തതിനൊന്നും ചെയ്യണ്ട, നേരെ നമ്മുടെ സാധാരണ ട്രിമ്മഡ് എഴുതുന്ന പോലെ എഴുതിയാൽ മതി. 240ന്റെ രണ്ടാമത് എഴുതുക. 330ന്റെ പകുതി എത്രയാ? 165 അല്ലേ? ഇതാണ് അൺട്രിമ്മഡ് സൈസിന്റെ അൺട്രിമ്മഡ് ഷീറ്റിന്റെ സൈസ് വരുന്നത്. ക്ലിയർ ആണോ? ആദ്യത്തെ രണ്ടെണ്ണത്തിൽ 10 ആഡ് ചെയ്യുക, പിന്നത്തെ രണ്ടെണ്ണത്തിൽ 15 ആഡ് ചെയ്യുക, അവസാനത്തിൽ ഒന്നും ആഡ് ചെയ്യണ്ട. സാധാരണ ട്രിമ്മഡ് എഴുതുന്ന പോലെ എഴുതിയാൽ മതി. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണ്. അപ്പൊ ഇനി ആദ്യത്തെ സൈസ് ഞാൻ ഒന്നും കൂടി നോക്കാട്ടതാ. A0 നമ്മൾ എഴുതിയില്ല. എത്രയാ? 841 ഇൻറ്റു 1189 ആയിരുന്നു നമ്മൾ എഴുതിയത്. ഇത് മില്ലിമീറ്ററിലല്ല, ഇതിനെ മീറ്ററിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാന്ന് അറിയോ? മില്ലിമീറ്റർ ആക്കാൻ 1000 ചെയ്താൽ മതി. അപ്പൊ 0.841
ഇൻറ്റു 1.189. ഇത് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. അതായത് A0 ഡ്രോയിങ് ഷീറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. A1ന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി ആയിരിക്കും. ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? A1ന്റെ പകുതി 1/2 അല്ലെങ്കിൽ 0.5 മീറ്റർ സ്ക്വയർ ആണെന്ന് പറയാം. അടുത്തത് അതിന്റെ പകുതി ആയിരിക്കും. 0.5യുടെ പകുതി എത്രയാ? 0.25 അല്ലെ? അല്ലെങ്കിൽ ഇത് 1/2 മീറ്റർ സ്ക്വയർ ആണെന്ന് പറയാം. അടുത്തത് 1/4 മീറ്റർ സ്ക്വയർ ആണ്. അടുത്തത് 1/8 മീറ്റർ സ്ക്വയർ ആണ്. ഇങ്ങനെയാണ് ഏരിയാസിന്റെ റേഷ്യോ പോകുന്നത്, ഏരിയാസ് പോകുന്നത്. അപ്പോ ആലോചിക്കാട്ടോ, A0 ഡ്രോയിങ് ഷീറ്റിന്റെ ഏരിയ 1, അടുത്തത് അതിന്റെ പകുതി, പിന്നത്തെ അതിന്റെയും പകുതി, അങ്ങനെയായിരിക്കും. ആ ഒരു ഓർഡറിലായിരിക്കും ഇത് പോവുക ഏരിയ. ഇനി എക്സാമിന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളത് ഈ അടുത്തടുത്തുള്ള ഡ്രോയിങ് ഷീറ്റുകളുടെ ഏരിയാസിന്റെ റേഷ്യോ ചോദിക്കും. ഏരിയാസിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? A0/A1. ഇതല്ലേ സക്സസീവ് ഡ്രോയിങ് ഷീറ്റുകളുടെ ഏരിയയുടെ റേഷ്യോ. A0 എന്ന് പറഞ്ഞാൽ 1, A1 എന്ന് പറഞ്ഞാൽ 1/2. അപ്പൊ മറച്ചിട്ട് കുളിക്കുമ്പോൾ എന്ത് വരും? 2:1 എന്ന് വരും. ഓക്കെ, 2:1. ഇതാണ് കേരള PSC ഇതിനു മുമ്പ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, സക്സസീവ് ഡ്രോയിങ് ഷീറ്റുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞ. പക്ഷെ നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ വരാം, ഇങ്ങനെ എടുത്തൂടെ? A1/A0 എന്ന് പറഞ്ഞാലും എന്ത് വരും? 1/2 ഡിവൈഡഡ് ബൈ 1, അതായത് 1:2 എന്നും വേണമെങ്കിൽ വരാം. പക്ഷെ ഇതിന് മുമ്പത്തെ ആൻസർ 2:1 ആയിരുന്നു. സോ അത് തന്നെ പ്രിഫർ ചെയ്താൽ മതി. സക്സസീവ് ഡ്രോയിങ് ഷീറ്റുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ 2:1. പക്ഷെ ഞാൻ ഇതിനേക്കാൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു നമ്പറാണ്. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി പറയുന്നത് നിമ്മി ടെക്സ്റ്റ് ആണ്. നിമ്മി ടെക്സ്റ്റ് ആണ് നമ്മുടെ ഗ്രേഡ് 3യുടെ റെഫറൻസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ അതില് സക്സസീവ് ഡ്രോയിങ് ഷീറ്റുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് 1:2 ആണ്. ഏരിയ ഓഫ് സക്സസീവ് ഡ്രോയിങ് ഷീറ്റ്, അതായത് A0/A1 എന്നോ അല്ലെങ്കിൽ A1/A0 എന്നൊന്നും പറഞ്ഞിട്ടില്ല. സക്സസീവ് ഡ്രോയിങ് ഷീറ്റുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് അവരെടുത്തിരിക്കുന്നത് 1:2 ആണ്. അതായത് A1/A0 അല്ലെങ്കിൽ A2/A1 ആ ഓർഡറിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മുമ്പത്തെ ആൻസർ ഇതായിരുന്നെങ്കിൽ കൂടി ഇനി എക്സാമിന് ചോദിച്ചാലും ഇതായിരിക്കും ആൻസർ ആയിട്ട് വരിക, അല്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോവുകയുള്ളൂ. അതുകൊണ്ട് 1:2 പഠിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഓക്കെ, അപ്പോ ഏരിയ ഓഫ് സക്സസീവ് സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ 1:2 കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി നിങ്ങള് പിന്നെന്താ പറഞ്ഞ ലെങ്ത് ടു വിഡ്ത്ത് നമ്മൾ പറഞ്ഞില്ലേ, √2:1 ആണ്. ഇനി ലേ ഔട്ടിനൊക്കെ പറയുന്ന ഒരു IS കോഡ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഡ്രോയിങ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്രയിലായിരുന്നു വരച്ചിരുന്നേന്ന് ഓർമ്മയുണ്ടോ? നമ്മളൊരു മാർജിനൊക്കെ ഇങ്ങനെ വരയ്ക്കാറുണ്ട്. ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടുതലായിരുന്നു, പക്ഷെ ഈ ഭാഗത്തൊക്കെ ഇത്തിരി കുറച്ചിട്ടായിരുന്നു വരയ്ക്കാറുണ്ടായിരുന്നത് അല്ലെ? ഈ സ്പേസ് എത്രയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഒരു ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ മാർജിനൊക്കെ വരയ്ക്കുക എത്രയായിരുന്നു? 1 സെന്റിമീറ്ററോ 2 സെന്റിമീറ്ററോ ഒക്കെ ആയിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ? അതൊക്കെ പറയുന്ന IS കോഡാണ് 10711. IS കോഡ് 10711. ചോദിക്കട്ടോ, ഡ്രോയിങ് ഷീറ്റ് സൈസും ലേ ഔട്ടും ഒക്കെ പറയുന്ന IS കോഡാണ് 10711. ഓക്കെ, ഇനി സർഫസ് ഏരിയ നമ്മൾ പറഞ്ഞു അല്ലെ, A0ന്റെ 1 മീറ്റർ സ്ക്വയർ ആണ്. അടുത്തത് A1ന്റെ ആണെങ്കിൽ അതിന്റെ പകുതി. ഇനി ഏത് ഡ്രോയിങ് ഷീറ്റ് ആയിക്കോട്ടെ, A1 ആയിക്കോട്ടെ, A2 ആയിക്കോട്ടെ, A3 ആയിക്കോട്ടെ, ഒടിച്ചു മടക്കി അവസാനം നമ്മൾ മടക്കുന്നത് ഏത് സൈസിലൊക്കെ ആയിരിക്കും? A4 സൈസിലേക്ക് ആയിരിക്കും അല്ലെ? നമ്മളൊക്കെ A2ലൊക്കെയാ വരച്ചിരുന്നത്. അവസാനം എന്ത് ചെയ്യും? ഒരു 3-4 മടക്കൊക്കെ മടക്കി അവസാനം A4 സൈസിലേക്ക് വരുത്തും. അങ്ങനെ A4 സൈസിലേക്ക് വരുത്തുമ്പോ ഇവിടെ മുമ്പിൽ ആര് വരണം? ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ വരും. ഡ്രോയിങ് ഷീറ്റിന്റെ ഈ ഒരു ഭാഗത്ത് വരയ്ക്കുന്ന ഒരു ബ്ലോക്കിനെ നമ്മളൊരു പേര് വിളിക്കാറുണ്ട്. അതിൽ ഡ്രോയിങ്ങിന്റെ നമ്പറും ഡേറ്റും പ്രൊജക്ഷനും നമ്മുടെ എന്താണ് രജിസ്റ്റർ നമ്പറും കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ എഴുതി വെക്കാറുണ്ട്. ആ ബ്ലോക്കിനെ എന്താ വിളിക്കാന്നറിയോ? ടൈറ്റിൽ ബ്ലോക്ക്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഈ ടൈറ്റിൽ ബ്ലോക്ക് എത്രയിലായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നേന്ന്? ഈ ലെങ്ത്തും ഇതിന്റെ ലെങ്ത്തും ഹൈറ്റും എത്രയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? തെറ്റിക്കോട്ടെ, എന്നിരുന്നാലും നിങ്ങൾ പറഞ്ഞോ. 15 നീളം 5 സെന്റിമീറ്റർ ഒക്കെയാണ്ട് ഹൈറ്റിലായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? ഞാനൊക്കെ അത്രയിൽ തന്നെയാണ് വരച്ചിട്ടുള്ളത്. പക്ഷെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറയുന്നത് അത് തെറ്റാണെന്നാ.
വരയ്ക്കുകയാണെങ്കിൽ ഒരു ടൈറ്റിൽ ബ്ലോക്ക് ഉണ്ടല്ലോ, ഇതാ ഈ ലെങ്ത് 185 mm, അതായത് 18.5 സെന്റിമീറ്ററിലും ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 6.5 65 mm. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നാണ് BIS പ്രകാരം പറയുന്നത് ടൈറ്റിൽ ബ്ലോക്കിന്റെ സൈസ്. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എങ്ങനെ വരച്ചാലും ഒടിച്ചു മടക്കി അവസാനം A4 സൈസിലേക്ക് ആക്കും. അങ്ങനെ A4 സൈസിലേക്ക് ആക്കുമ്പോൾ ടൈറ്റിൽ ബ്ലോക്ക് ഈ മുകളിൽ വരണം. ഇത് ഫ്രണ്ട് ഫേസിൽ വരുന്ന രീതിയിൽ വേണം നമുക്ക് മടക്കാനായിട്ട്. ഓക്കെ, ഇനി മടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ കേട്ടോ, 2 മെത്തേഡുകൾ ഉണ്ട് മടക്കാനായിട്ട്. നമ്മുടെ സാധാരണ A4 സൈസ് എന്ന് പറഞ്ഞാല് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു എത്രയാ, 297 × 210. ഇതല്ലേ സാധാരണ A4 സൈസ്. ഇത് മെത്തേഡ് 2 പ്രകാരമുള്ള സൈസാണ് കേട്ടോ. എടുത്തു ചോദിക്കാറുണ്ട്. മെത്തേഡ് 2 പ്രകാരമുള്ളതാണ് നമ്മൾ സാധാരണ എഴുതുന്ന 297 × 210 mm. മെത്തേഡ് 1 പ്രകാരം 297 ഒക്കെ അങ്ങനെ തന്നെ × 190 mm. അപ്പൊ ഇത് പെട്ടെന്ന് മാറിപ്പോവും. മെത്തേഡ് 1 പ്രകാരം എന്ന് കാണുമ്പോൾ A4 സൈസ് എടുത്തെഴുതും 297 × 210. അപ്പൊ 210 അല്ല, 290 മെത്തേഡ് 1 എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് മടക്കാനായിട്ട് 2 മെത്തേഡ്, ആ ലെങ്ത് 297 വിഡ്ത്ത് 210 വെച്ച് മടക്കാം, 190 വരുന്ന രീതിയിലും മടക്കാം. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യാം കേട്ടോ, അതിന് ചോദിച്ചിട്ടുള്ളതാണ് ഫോൾഡിങ് മെത്തേഡ്. ഓക്കെ, അപ്പൊ താങ്ക് യു, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. Okay, sir. ഓക്കെ, താങ്ക് യു.